നാട്ടിലെത്തിയാൽ എങ്ങോട്ട് പോകാൻ പറ്റിയിട്ടില്ലെങ്കിലും ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതും വീടിന് തൊട്ടടുത്ത് തന്നെയാണ്. റോഡെല്ലാം ഇത്തിരി പ്രശ്നമാണെങ്കിലും അധികം ആൾതാമസമൊന്നുമില്ലാത്ത ഭയങ്കര പീസായിട്ടുള്ള ഒരു അമ്പലമൊക്കെ ഉണ്ട്. അതിലുള്ള ഒരു നല്ലൊരു സ്ഥലം. ഒരു വലിയ മലേൻ്റെ താഴത്തുള്ള ഒരു സ്ഥലമാണിത്. അപ്പോൾ ഇവിടെ മലേൻ്റെ മേലത്തേക്ക് പോകുന്നതോറും കുറേ പറമ്പും തെങ്ങിൻ തോപ്പും അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെയാണ്. അധികം ആൾക്കാരൊന്നും അധികം പോവില്ല. അതുകൊണ്ട് തന്നെ മയിൽ, കുരങ്ങൻ ഇങ്ങനത്തെ കുറേ ഐറ്റംസൊക്കെ ഉണ്ടാവും. മയിലൊക്കെ ഇവിടെ പോയാൽ എപ്പോഴും കരയുന്ന സൗണ്ടൊക്കെ കേൾക്കാം. ഇടയ്ക്ക് പാറി വരുന്നത് കാണാം. അങ്ങനൊരു നല്ലൊരു അന്തരീക്ഷമാണ്. അപ്പോൾ നമ്മൾ പോയ സമയത്ത് പെട്ടെന്ന് തന്നെ കുറച്ച് മഴയൊക്കെ പെയ്തു. നല്ല രസമുണ്ടായിരുന്നു. റെയിൻ കോട്ടൊക്കെ വരുന്ന വഴിക്ക് ഒരു കടയിൽ നിന്ന് കയറി വാങ്ങി. അതൊക്കെ ഇട്ട് പിന്നെ മഴയത്തൊട്ട് കുറച്ച് നടന്നു. ചെറിയ മഴയാണ്, എന്നാലും അത് രസമുണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് മഴ നാട്ടിൽ വന്നിട്ട് കൊള്ളുന്നത്, അതും ഇങ്ങനെ. ഇപ്പോൾ ഈ നടന്ന് കളിക്കുന്ന പറമ്പുണ്ടല്ലോ, അത് കുറച്ച് കഴിയുമ്പോൾ നെൽപ്പാടാവും. പിന്നെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളും കല്യാണ ഫോട്ടോവും എല്ലൊക്കെ ആയിട്ട് ബിസി ആയിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ തെയ്യത്തിൻ്റെ സീസൺ ആയിക്കഴിഞ്ഞപ്പോൾ ഈ പറമ്പ് മൊത്തം ക്ലീൻ ചെയ്ത് ഒരു തെയ്യപ്പറമ്പായി മാറും. അപ്പോൾ ഈ സ്ഥലത്തിന് പല മുഖങ്ങളുണ്ട് ഓരോ സീസണിലും. ഭയങ്കര ടൗൺ ഏരിയ ഒന്നും അല്ലാത്തതുകൊണ്ട് തന്നെ ഗ്രാമപ്രദേശത്തിൻ്റെ നല്ല ഫീലും ആൾക്കാരൊക്കെ അങ്ങനെ തന്നെയാണ്. കുറച്ച് പഴയ ടൈപ്പ് ആൾക്കാരൊക്കെയാണ്. ആൻഡ് അതിൻ്റെ കൂടെ തന്നെ ഈ മലേനുള്ളിലേക്ക് പോകുന്ന വഴിയിൽ തന്നെ കുറേ ഹിഡൻ ആയിട്ടുള്ള സ്പോട്ടൊക്കെ ഉണ്ട്. ഈ കാണുന്ന സ്പോട്ടൊക്കെ അങ്ങനെയുള്ളതാണ്. അപ്പോൾ ഇവിടുത്തെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒക്കെ പിന്നെ ഒരു ദിവസം അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഈ സ്ഥലം ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്ത് പറയുക. അതുപോലെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.